ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിങ്ങിലത്തെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറിനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് വർക്കൗട്ട് ചെയ്തു. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. കാരണം മറ്റ് മൂന്ന് മെത്തേഡിന് അതിന് മുമ്പ് പഠിച്ച മൂന്നെണ്ണത്തിനേക്കാൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ഈ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനിയുള്ളതൊക്കെ എളുപ്പം തന്നെയാണ്. ആകെ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇന്നും ഇതിൻ്റെ പ്രോബ്ലം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്നത്തെ പോലെ തന്നെ രണ്ട് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നു. വേരിയബിൾ കോസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിരിക്കുന്നു. അത് റുപ്പീസിലാണ് തന്നിരിക്കുന്നത്. അതായത് മൊത്തം എനിക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് എനിക്ക് 60 രൂപ വന്നിട്ടുണ്ട് ഫോർ പ്രൊഡക്റ്റ് ആൻഡ് 30 rupees ഫോർ പ്രൊഡക്റ്റ് ബി. അതിൽ 1 കിലോന് 15 രൂപ. ഓക്കെ, അപ്പോൾ എന്ത് തന്നിട്ടില്ല? എത്ര മെറ്റീരിയൽസ് യൂസ് ചെയ്തൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇന്നലെ രണ്ട് മെത്തേഡിൻ്റെയും പ്രോബ്ലം ചെയ്തു. മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുള്ളതും ചെയ്തു, തരാത്തതും ചെയ്തു. ഇത് തരാത്ത കേസാണ്. അപ്പം നമ്മൾ കീ ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതായത് പ്രൊഡക്റ്റ് എ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൊത്തം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ₹60 വന്നിട്ടുണ്ട്. അതിൽ 1 കിലോന് 15 രൂപയാണ്. അപ്പോൾ എത്ര കിലോ യൂസ് ചെയ്തു എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ 60/15 ചെയ്താൽ മതി. നമുക്ക് അപ്പോൾ നോക്കാം, പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് 50 ആണ്. ഒരു മണിക്കൂറിന് 10 രൂപ വെച്ച്. അങ്ങനെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ദെൻ വേരിയബിൾ ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട്. ഫിക്സഡ് ഓവർ ഹെഡ്സ് രണ്ടിനും കോമൺ ആയിട്ട് 16,000 തന്നിട്ടുണ്ട്. വിച്ച് പ്രോഡക്റ്റ് വുഡ് യു റെക്കമെൻഡ് ഇഫ് സെയിൽസ് പൊട്ടൻഷ്യൽ ഈസ് ലിമിറ്റഡ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് റോ മെറ്റീരിയൽ ഈസ് ലിമിറ്റഡ് ആൻഡ് തേർഡ് വൺ ഈസ് ലേബർ ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ. മൂന്നെണ്ണം കണ്ടുപിടിക്കണം. സെയിൽസ് പൊട്ടൻഷ്യലിന് ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ആദ്യം സെയിൽസ് പൊട്ടൻഷ്യൽ വന്നു, ദെൻ റോ മെറ്റീരിയൽ വന്നു, ദെൻ ലേബർ വന്നു. ഇത് മൂന്നും വെച്ച് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പം നമ്മളായിട്ട് അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈച്ച് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ പ്രൊഫോമ വരച്ച ആദ്യം എന്ത് ചെയ്താൽ സെയിൽസ് എഴുതി. രണ്ട് പ്രൊഡക്റ്റുകളുടെയും സെല്ലിംഗ് പ്രൈസ് എഴുതുക. 150 ഉണ്ട്, 120 ഉണ്ട്. അത് എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? വേരിയബിൾ കോസ്റ്റുകൾ കുറയ്ക്കണം. ഓരോ വേരിയബിൾ കോസ്റ്റും എടുത്തെടുത്ത് എഴുതുക. ആദ്യത്തെ വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയലാണ് 60ഉം 30ഉം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡയറക്റ്റ് ലേബർ. അത് എത്ര എഴുതി? 50ഉം 60ഉം എഴുതി. ദെൻ വേരിയബിൾ ഓവർ ഹെഡ്സ് 10ഉം 10ഉം എഴുതി. അങ്ങനെ നമുക്ക് ലെസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? നമുക്ക് 30 കിട്ടി. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫോർ പ്രൊഡക്റ്റ് എ 30 കിട്ടി, ഫോർ പ്രൊഡക്റ്റ് ബി 20 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞു? ആദ്യത്തെ സ്റ്റെപ്പായ കാൽക്കുലേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ 1 എടുക്കാം. ഏതാണ് ലിമിറ്റിംഗ് ഫാക്ടർ? സെയിൽസ് പൊട്ടൻഷ്യലാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിൽസ് പൊട്ടൻഷ്യലാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ട കീ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതി കാൽക്കുലേഷൻ ഓഫ് കീ ഫാക്ടർ. കീ ഫാക്ടർ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫോർ പ്രൊഡക്റ്റ് ബി ഇറ്റ് ഈസ് 150 ആൻഡ് ഫോർ പ്രൊഡക്റ്റ് ബി ഇറ്റ് ഈസ് 120. അത് രണ്ടും എടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. എന്താണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത്? ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ചത് 30 ഡിവൈഡഡ് ബൈ 150. ഫോർ പ്രൊഡക്റ്റ് എ ഇറ്റ് ഈസ് 0.2. ദെൻ ഫോർ പ്രൊഡക്റ്റ് ബി 20 ഡിവൈഡഡ് ബൈ 120. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.16. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എയും കിട്ടി, പ്രൊഡക്റ്റ് ബിയും കിട്ടി. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ? പ്രൊഡക്റ്റ് എക്കാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി? പ്രൊഡക്റ്റ് എ ഈസ് പ്രോഫിറ്റബിൾ. സെയിൽസ് പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എ ആയിരിക്കും നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഈസ് റോ മെറ്റീരിയൽ ഈസ് ലിമിറ്റിംഗ് ഫാക്ടർ. നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്തായിട്ട് എടുക്കണം? അടുത്ത രണ്ടാമത്തേലായിട്ട് റോ മെറ്റീരിയലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കീ ഫാക്ടർ കണ്ടുപിടിക്കണം. റോ മെറ്റീരിയലാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ കീ ഫാക്ടർ ആയിട്ട് വരെ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റും തന്നിട്ടുണ്ട്, അതുപോലെ പെർ യൂണിറ്റ് കോസ്റ്റും തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതായത് മൊത്തം നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 60 ആണ്. 1 കിലോന് 15 രൂപ വെച്ച്. അപ്പോൾ നമുക്ക് എത്ര കിലോ ഉപയോഗിച്ചിട്ടുണ്ടാവും? 60 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ എഴുതാൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് ബി ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 15. ദാറ്റ് ഇസ് ഈക്വൽ ടു 4. അതായത് പ്രൊഡക്റ്റ് എയിൽ 4 കിലോ ഉണ്ടായാലാണ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുക.
ദെൻ ഫോർ പ്രൊഡക്റ്റ് ബി ടോട്ടൽ കോസ്റ്റ് 30 ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ എത്രയാണ് 2, അതായത് 2 kg ഉണ്ടായാലാണ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? കീ ഫാക്ടേഴ്സ് ഫോർ പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റത്തെ സ്ലൈഡിൽ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഈ കീ ഫാക്ടർ, ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5. ദെൻ 20 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കിട്ടി. അപ്പോൾ നമുക്ക് ഏതായിരിക്കും ലാഭകരം? പ്രൊഡക്റ്റ് ബി ആണ്, കാരണം അതിനാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് കമൻറ്റ് എഴുതി? പ്രൊഡക്റ്റ് ബി ഈസ് പ്രോഫിറ്റബിൾ. പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കിയാലാണ് നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. സോ പ്രൊഡക്റ്റ് ബി ഈസ് പ്രോഫിറ്റബിൾ എന്ന് കമൻറ്റ് എഴുതി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമ്മുടെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എടുത്തു. എന്തായിരുന്നു? ലേബർ ഈസ് ലിമിറ്റിംഗ് ഫാക്ടർ. ലേബറാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ലേബറാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ട കീ ഫാക്ടർ എന്താണ്? എത്ര ലേബർ അവേഴ്സ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് വേണ്ടത്. ഇവിടെ അവേഴ്സാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ലേബർ അവേഴ്സിന് എടുത്താൽ മതി. അപ്പോൾ ലേബർ അവേഴ്സ് എടുക്കാം. നമുക്ക് പ്രൊഡക്റ്റ് എ ഉണ്ടാക്കാനായിട്ട് മൊത്തം ലേബർ കോസ്റ്റ് വന്നിരിക്കുന്നത് 50 ആണ്. അതിന് ഒരു മണിക്കൂറിന് 10 റുപ്പി വെച്ച്. അപ്പോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ കാണാം? 50 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഫോർ പ്രൊഡക്റ്റ് എ 50 ഡിവൈഡഡ് ബൈ 10 is equal to 5. ദെൻ പ്രൊഡക്റ്റ് ബിക്ക് ടോട്ടൽ ലേബർ അവേഴ്സ് വന്നിരിക്കുന്നത് 60 ആണ്. ഒരു മണിക്കൂറിന് 10 റുപ്പി വെച്ച്. അപ്പോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? 60 ഡിവൈഡഡ് ബൈ 10 is equal to 6. അപ്പോൾ രണ്ടിൻ്റെയും കീ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷനിൽ എഴുതാം. ഫോർ പ്രൊഡക്റ്റ് എ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ, ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. ആൻഡ് ഫോർ പ്രൊഡക്റ്റ് ബി നമ്മുടെ ഫസ്റ്റത്തെ സ്ലൈഡിലത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച കീ ഫാക്ടർ എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.33. അപ്പോൾ ഏതിനാണ് കൂടുതൽ? പ്രൊഡക്റ്റ് എക്കാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് കമൻറ്റ് എഴുതി? പ്രൊഡക്റ്റ് എ ഈസ് പ്രോഫിറ്റബിൾ. അപ്പോൾ ലേബറാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. അതായത് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നോക്കുക, ഏതൊക്കെ ലിമിറ്റിംഗ് ഫാക്ടറാണ് വന്നതെന്ന് നോക്കുക, അതിൻ്റെയൊക്കെ കീ ഫാക്ടർ വെച്ച് നമ്മുടെ ഇക്വേഷൻ ഇട്ടുകൊടുത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് എത്രയൊക്കെ ലിമിറ്റിംഗ് ഫാക്ടറുണ്ടോ അതിൻ്റെയൊക്കെ കീ ഫാക്ടേഴ്സ് വെച്ച് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ഏതിനാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് അത് നമ്മൾ പ്രോഫിറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് എഴുതി അവസാനിപ്പിക്കുക. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ തന്നെ 2 പ്രൊഡക്റ്റിൻ്റെ എക്സും വൈയും, സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽസ് തന്നിരിക്കുന്നു, ഡയറക്റ്റ് ലേബർ തന്നിരിക്കുന്നു, വേരിയബിൾ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്, ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. വിച്ച് പ്രൊഡക്റ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ. അപ്പോൾ ഇതിൽ എന്താണ് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ വായിച്ചത്. വിച്ച് പ്രൊഡക്റ്റ് ഈസ് മോർ പ്രോഫിറ്റബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്നതിന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. നമ്മളത് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ മെയിനായിട്ട് വരുന്ന 3 ലിമിറ്റിംഗ് ഫാക്ടറാണ്. ഒന്നല്ലെങ്കിൽ ലേബർ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ സെയിൽസ് പൊട്ടൻഷ്യൽ. ഇതാണ് മെയിനായിട്ട് വരുന്ന 3 ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിലിപ്പോൾ സെയിൽസ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവണം, അത് കീ ഫാക്ടറായിട്ട് വേണം. റോ മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കീ ഫാക്ടറായിട്ട് വേണം. ലേബർ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്പർ ഓഫ് ലേബേഴ്സ് അല്ലെങ്കിൽ ടൈം നമുക്ക് കീ ഫാക്ടറായിട്ട് വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അതിൽ പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് കണ്ടുപിടിക്കാനും പറ്റില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കില്ല? റോ മെറ്റീരിയൽ ആയിരിക്കില്ല ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വരിക. അപ്പോൾ ഇതിന് എന്ത് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്? ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതിൻ്റെ കീ ഫാക്ടറായിട്ടാണ് വരാറ്? ഏത് ലിമിറ്റിംഗ് ഫാക്ടർ ആകുമ്പോഴാണ് അത് കീ ഫാക്ടറായിട്ട് വരാറ്? ലേബർ ലിമിറ്റിംഗ് ഫാക്ടർ ആകുമ്പോഴാണ് ടൈം റിക്വയർഡ് കീ ഫാക്ടറായിട്ട് വരാറ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണ്? ഇതായിരിക്കും, ലേബർ ആയിരിക്കും ലിമിറ്റിംഗ് ഫാക്ടർ. നമ്മളത് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഏതിൻ്റെ കീ ഫാക്ടറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിൻ്റെ കീ ഫാക്ടറാണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക, അതായിരിക്കും നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ലിമിറ്റിംഗ് ഫാക്ടർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് കണ്ടുപിടിക്കണം. അതെന്ത് വെച്ചിട്ടാണ്? ഏത് കീ ഫാക്ടറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതിൻ്റെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കും ആ ക്വസ്റ്റ്യനിലത്തെ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സെയിൽസ് പൊട്ടൻഷ്യൽ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് എടുക്കാം. അത് നമ്മൾ സാധാരണ എടുക്കാറില്ല, ക്വസ്റ്റ്യനിൽ തന്നെങ്കിൽ മാത്രമേ അത്. കാരണം സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാവില്ല, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത്. അല്ലാണ്ട് സെയിൽസ് പൊട്ടൻഷ്യലിൻ്റെ കീ ഫാക്ടറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല ആ സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് പൊട്ടൻഷ്യൽ അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നാൽ മാത്രമേ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് എടുക്കാറുള്ളൂ. കോമൺ ആയിട്ട് വരുന്ന 2 ലിമിറ്റിംഗ് ഫാക്ടർ ഒന്നല്ലെങ്കിൽ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ലേബറിനെ ആയിരിക്കും.
അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചു, ലേബർ ആണ്. കാരണം തന്നിരിക്കുന്ന കീ ഫാക്ടർ ടൈം റിക്വയർഡ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ലിമിറ്റിംഗ് ഫാക്ടർ ഏതായിരിക്കും? ലേബർ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് കണ്ടുപിടിക്കണം. Then the second question is, if the labor available for producing the products is only 1500 hours per month and the maximum sales potential for product X and Y is only 300 per month, determine the optimum product mix for X and Y. അതായത് if the labor available for producing the product is only 1500 hours, അതായത് നമുക്ക് നമ്മുടെ കമ്പനിയിൽ മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1500 മണിക്കൂറാണ്. അതായത് നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കണം? പ്രൊഡക്റ്റ് എക്സും ഉണ്ടാക്കണം, പ്രൊഡക്റ്റ് വൈയും ഉണ്ടാക്കണം. അതിന് നമുക്ക് മാക്സിമം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1500 മണിക്കൂറാണ്. ദെൻ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റ് എക്സും പ്രൊഡക്റ്റ് വൈയും ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം യൂണിറ്റ് എന്ന് പറയുന്നത് 300 യൂണിറ്റുമാണ്. അപ്പോൾ നമ്മൾ എത്ര പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കണം, എത്ര പ്രൊഡക്റ്റ് വൈ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കണം. ഓക്കെ, രണ്ട് ലിമിറ്റേഷൻസ് അവിടെ വേറെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇത് പുതിയൊരു പാറ്റേൺ ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്ത വേറൊരു പാറ്റേൺ ആണ്. നമുക്ക് ആ കമ്പനിയിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1500 മണിക്കൂറാണ്. ആ 1500 മണിക്കൂറിനേക്കാൾ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നമുക്ക് എന്തുണ്ടാക്കണം? പ്രൊഡക്റ്റ് എക്സും ഉണ്ടാക്കണം, പ്രൊഡക്റ്റ് വൈയും ഉണ്ടാക്കണം. പ്രൊഡക്റ്റ് എക്സ് മാക്സിമം ഉണ്ടാക്കാൻ എത്ര പറ്റുള്ളൂ? 300 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പ്രൊഡക്റ്റ് വൈയും 300 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് നമ്മളോട് പറയാണ് എത്ര എക്സ് ഉണ്ടാക്കണം, എത്ര വൈ ഉണ്ടാക്കണം എന്ന് നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് പറയണം. അതിങ്ങനെ ചെയ്യണം. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ അതാണ് നമ്മളായിട്ട് അതിൽ ചെയ്യണം. തന്നെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. പ്രൊഫോമ വരച്ച് സെയിൽസ് ആദ്യം എഴുതി. പ്രൊഡക്റ്റ് എയുടെ 60, മറ്റതിൻ്റെ 50, പ്രൊഡക്റ്റ് എക്സിൻ്റെ 60, വൈയുടെ 50. ദെൻ വാരിയബിൾ കോസ്റ്റ് ഓരോന്നോരോന്നിട്ട് ലെസ് ചെയ്യുക. ഡയറക്റ്റ് മെറ്റീരിയൽ 24ഉം 21ഉം, ഡയറക്റ്റ് ലേബർ 8ഉം 6ഉം, വാരിയബിൾ ഓവർ ഹെഡ്സ് 6ഉം 5ഉം കിട്ടി. അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? ഫോർ പ്രൊഡക്റ്റ് എക്സ് ഇറ്റ് ഈസ് 22 ആൻഡ് പ്രൊഡക്റ്റ് വൈ ഇറ്റ് ഈസ് 80. അങ്ങനെ നമ്മൾ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ എന്താ ലിമിറ്റിംഗ് ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഏതാണ് ലിമിറ്റിംഗ് ഫാക്ടർ? ലേബറാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് കണ്ടുപിടിച്ചു. ദെൻ അതിൻ്റെ കീ ഫാക്ടർ അപ്പോൾ എന്തായിരിക്കും? ടൈം ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ പ്രൊഡക്റ്റ് എക്സ് ഇറ്റ് ഈസ് 4 ആൻഡ് ഫോർ പ്രൊഡക്റ്റ് വൈ ഇറ്റ് ഈസ് 3. അപ്പോൾ അത് രണ്ടും എഴുതി കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? ഫോർ പ്രൊഡക്റ്റ് എക്സ് ഇറ്റ് ഈസ് 22 ഡിവൈഡഡ് ബൈ അതിൻ്റെ കീ ഫാക്ടർ 4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5.5 എന്ന് കണ്ടുപിടിച്ചു. ദെൻ പ്രൊഡക്റ്റ് വൈയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് 18 ആണ്. ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ 3 ആണ് 3. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ 6 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ പ്രൊഡക്റ്റ് എക്സിൻ്റെ 5.5ഉം വൈയുടെ 6ഉമാണ്. അപ്പോൾ ഏതായിരിക്കും പ്രോഫിറ്റബിൾ? പ്രൊഡക്റ്റ് വൈ ആയിരിക്കും പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് കമൻറ്റ് എഴുതി? പ്രോഡക്റ്റ് വൈ ഈസ് പ്രോഫിറ്റബിൾ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ? പ്രൊഡക്റ്റ് വൈ ആണ് കൂടുതൽ പ്രോഫിറ്റ് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ എന്താണ്? പ്രൊഡക്റ്റ് വൈ ആണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് മൊത്തം അവൈലബിൾ ആയിട്ടുള്ള അവർ എന്ന് പറയുന്നത് 1500 മണിക്കൂറാണ്. എക്സ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് 300ഉം വൈ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് 300ഉമാണെന്നും ആണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര എക്സ് ഉണ്ടാക്കണം, എത്ര വൈ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് മൊത്തം നമുക്ക് 1500 മണിക്കൂറുണ്ട്. അതിൽ നമ്മൾ ഏത് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നോക്കണം? ഏതാണ് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന പ്രൊഡക്റ്റ് വൈ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത്. അപ്പോൾ വൈ ഏറ്റവും മാക്സിമം ഉണ്ടാക്കാവുന്ന അത്രയ്ക്ക് ഉണ്ടാക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ 1500 മണിക്കൂർ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കുക. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് വൈ ആണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈ പ്രൊഡക്റ്റ് മാക്സിമം 1500 മണിക്കൂറിൽ വൈ എത്ര ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് ഉണ്ടാക്കുക. ബാക്കിയുള്ള സമയം കൊണ്ട് എന്തുണ്ടാക്കിയാൽ മതി? എക്സ് ഉണ്ടാക്കിയാൽ മതി. വൈ ആണ് കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് കൊണ്ട് വൈ ആണ് കൂടുതലും അത് ഉണ്ടാക്കാൻ പറ്റാവുന്ന അത്രയ്ക്ക് വൈ ഉണ്ടാക്കി ബാക്കിയുള്ളത് എക്സ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ അവേഴ്സ് അവൈലബിൾ ഇസ് 1500 hours. It is first utilized to produce maximum number of product Y. ആ 1500 മണിക്കൂറിൽ നമ്മൾ മാക്സിമം എത്രയ്ക്ക് വൈ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ ഉണ്ടാക്കണം.
ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സും വൈയും നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന യൂണിറ്റ് എത്രയാണ്? 300 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വൈയെ അതിൻ്റെ മാക്സിമം യൂണിറ്റായി 300 ഉണ്ടാക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് ടു പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് വൈ. hours required for producing 300 unit of product y. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം യൂണിറ്റ് എത്രയാണ്? 300 ആണ്. അതിന് എത്ര മണിക്കൂർ വേണമെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വൈയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 മണിക്കൂർ. അപ്പോൾ 300 പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടോ 300 × 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 900 hours ആണ് നമുക്ക് വൈ പ്രൊഡക്റ്റ് 300 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന ടൈം. അത് മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1500 മണിക്കൂറാണ്. അതിൽ നമ്മൾ എന്ത് തീരുമാനിച്ചു? പറ്റാവുന്ന അത്രയ്ക്ക് ഏതുണ്ടാക്കുക? പ്രൊഡക്റ്റ് വൈ ഉണ്ടാക്കുക. കാരണം അതിനാണ് കൂടുതൽ പ്രോഫിറ്റ്. അപ്പോൾ അതുണ്ടാക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വൈ ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം യൂണിറ്റ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 300 യൂണിറ്റ് ആദ്യം ഉണ്ടാക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് പ്രൊഡക്റ്റ് വൈ ഈസ് 3. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 മണിക്കൂർ. അപ്പോൾ 300 യൂണിറ്റ് ഉണ്ടാക്കാനാണ് 300 × 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 900 hours ആണ് നമുക്ക് 300 യൂണിറ്റ് ഓഫ് വൈ ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈ 300 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള 1500 മണിക്കൂറിൽ നിന്ന് എത്ര ഉപയോഗിച്ച് കഴിഞ്ഞു? 900 ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാലൻസ് ടൈം എത്രയുള്ളത്? 600 ആണ്. അപ്പോൾ അത് എഴുതാം. ബാലൻസ് ടൈം അവൈലബിൾ ഇസ് ഈക്വൽ ടു 1500 മൈനസ് 900 ദാറ്റ് ഇസ് ഈക്വൽ ടു 600 hours. ഇനി അപ്പോൾ ആ 600 മണിക്കൂർ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാം. കാരണം നമ്മൾ പ്രൊഡക്റ്റ് വൈ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമ്മൾ പ്രൊഡക്റ്റ് എക്സ് 600 മണിക്കൂർ ഇനി ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാം. പ്രൊഡക്റ്റ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 600 മണിക്കൂറാണ്. ഒരു എക്സ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര മണിക്കൂർ ആവശ്യമുണ്ട്? 4 മണിക്കൂർ ആവശ്യമുണ്ട്. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 150 യൂണിറ്റ് ഓഫ് എക്സും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബാലൻസ് അവൈലബിൾ 600 ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ 600 hours ഏതുണ്ടാക്കാൻ? പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ therefore നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആ ബാലൻസ് ഉള്ള 600 ഡിവൈഡഡ് ബൈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാനായിട്ട് 4 മണിക്കൂർ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 150 യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ കണ്ടുപിടിച്ചു. എക്സ് യൂണിറ്റ് 300 യൂണിറ്റ് ഉണ്ടാക്കുക, വൈ 150 യൂണിറ്റും ഉണ്ടാക്കുക. വൈ യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ 900 hours ഉപയോഗിച്ചു. എക്സ് യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 600 ഉപയോഗിച്ചു. അങ്ങനെ മൊത്തം നമുക്ക് 1500 കിട്ടും ചെയ്തു. അതിൽ വൈ 300 യൂണിറ്റ് ഉണ്ടാക്കുക. വൈ അതിന് മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന അത്രയ്ക്ക് ഉണ്ടാക്കി. കാരണം അതാണ് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത്. അതുണ്ടാക്കി. ബാക്കിയുള്ള ടൈം കൊണ്ട് നമ്മൾ എത്ര ഉണ്ടാക്കി? 150 യൂണിറ്റ്സ് ഓഫ് എക്സ് ഉണ്ടാക്കി നമ്മളതും വിറ്റു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം വരുന്നത്. നേരത്തെ പോലെ 2 പ്രൊഡക്റ്റ് ഉണ്ട്, എക്സും വൈയും. സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടലാണ് തന്നിരിക്കുന്നത്. അതുപോലെ പെർ കെ ജി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? മെറ്റീരിയൽ റിക്വയർഡ് കണ്ടുപിടിക്കാം. റോ മെറ്റീരിയൽ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ കീ ഫാക്ടറായ മെറ്റീരിയൽ റിക്വയർഡ് നമുക്ക് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡയറക്റ്റ് ലേബറും ടോട്ടൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർ അവർ റേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം? ടൈം റിക്വയർഡ്, സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വാരിയബിൾ ഓവർ ഹെഡ്സ് തന്നിരിക്കുന്നു, ഫിക്സഡ് ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട്. നമുക്ക് 4 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് റോ മെറ്റീരിയൽ ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത് റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ അതിൻ്റെ കീ ഫാക്ടർ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് റിക്വയർഡ്. നമുക്ക് ആ റോ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് യൂണിറ്റ് റിക്വയർഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലിമിറ്റഡ്. ഇന്നലത്തെ ക്ലാസ്സിലത്തെ ഫസ്റ്റ് സ്ലൈഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊക്കെയാണ് കീ ഫാക്ടർ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലേബർ ഷോർട്ട് സപ്ലൈ വന്നാലും അതുപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വന്നാലും രണ്ടിനും ഉപയോഗിക്കേണ്ട കീ ഫാക്ടർ എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ആണ്. ഇന്നലത്തെ നോട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇന്നലത്തെ നോട്ടിൻ്റെ ഫസ്റ്റ് സ്ലൈഡ് അത് തന്നെയായിരുന്നു. നമ്മൾ ഓരോന്നിൻ്റെയും കീ ഫാക്ടറിൽ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബർ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വന്നാലും അതുപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വന്നാലും അതിൻ്റെ കീ ഫാക്ടറായിട്ട് ഉപയോഗിക്കേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ഡയറക്റ്റ് ലേബറിൻ്റെ ഇക്വേഷൻ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ ലേബർ കോസ്റ്റ് വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് എക്സിൻ്റെ 50 ആണ്. ഒരു മണിക്കൂറിന് 10 രൂപ വെച്ച്. അപ്പോൾ എത്രയായിരിക്കും? 5 ആയിരിക്കും. അതിന് മറ്റൊന്ന് 10 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റഡ് ആയാൽ, പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കേണ്ട കീ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ്. നമുക്ക് എത്ര നമ്പർ ഓഫ് ടൈം, എത്ര ടൈമാണ് റിക്വയർഡ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കേണ്ടത്? കീ ഫാക്ടർ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. then തേർഡ് വൺ ഈസ് സെയിൽസ് പൊട്ടൻഷ്യൽ ഈസ് ലിമിറ്റഡ്. നമുക്കറിയാം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മൾ കീ ഫാക്ടർ ആയിട്ട് എടുക്കേണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് only 1000 kilogram of raw material is available for both type of product in total and maximum sales quantity of each product is 300 unit. Find out the product mix of X and Y. നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? നേരത്തെ ക്വസ്റ്റ്യനിലെ ടോട്ടൽ അവൈലബിൾ അവേഴ്സ് തന്നിട്ട് പ്രൊഡക്റ്റ് മിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അവേഴ്സിന് പകരം എന്ത് തന്നിരിക്കുന്നു? ക്വാണ്ടിറ്റി. അതായത് നമുക്ക് ആകെ 1000 ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ കിട്ടുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് എക്സും വൈയും ഉണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം യൂണിറ്റ് 300 ആണ്. അപ്പോൾ എക്സ് എത്ര ഉണ്ടാക്കണം, വൈ എത്ര ഉണ്ടാക്കണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വേറെ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിലെ അവേഴ്സ് തന്നതിന് പകരം ഇവിടെ എന്ത് തന്നുള്ളൂ? യൂണിറ്റ്, ക്വാണ്ടിറ്റി, റോ മെറ്റീരിയൽ ക്വാണ്ടിറ്റി തോന്നുന്നുള്ള വേറെ വ്യത്യാസമൊന്നുമില്ല. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അതിന് പ്രൊഫോമ വരയ്ക്കുക. ആദ്യം സെയിൽസ് എഴുതി. സെയിൽസ് എത്രയാണ്? 200ഉം 500ഉം. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഓരോ വാരിയബിൾ കോസ്റ്റുകൾ നമുക്ക് കുറയ്ക്കണം. അത് ഓരോന്നോരോന്നായിട്ട് എഴുതുക. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് 40ഉം 160ഉം. ഡയറക്റ്റ് ലേബർ ഉണ്ട് 50ഉം 100ഉം. വാരിയബിൾ ഓവർ ഹെഡ്സ് ഉണ്ട് 20ഉം 40ഉം. അങ്ങനെ നമ്മൾ മൊത്തം അത് കൂട്ടിയിട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫോർ എക്സ് കോൺട്രിബ്യൂഷൻ ഈസ് 90 ആൻഡ് ഫോർ വൈ ഇറ്റ് ഈസ് 200. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആദ്യത്തേത് എന്തായിരുന്നു? റോ മെറ്റീരിയൽ ആയിരുന്നു ഷോർട്ട് സപ്ലൈ. അപ്പോൾ അത് എഴുതി. റോ മെറ്റീരിയൽ ഈസ് ഇൻ ഷോർട്ട് സപ്ലൈ. ആദ്യം നമുക്ക് കീ ഫാക്ടർ കണ്ടുപിടിക്കാം. റോ മെറ്റീരിയൽ ആണ് ഷോർട്ട് സപ്ലൈ എന്ന് വെച്ചാൽ അതിൻ്റെ കീ ഫാക്ടർ ആയിട്ട് വരുന്നത് ക്വാണ്ടിറ്റി റിക്വയർഡ് ആണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. റോ മെറ്റീരിയൽ കോസ്റ്റ് ടോട്ടൽ വന്നിരിക്കുന്നത് 40 ആണ്. ഒരു യൂണിറ്റിന് 20 വെച്ച്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 20 ഫോർ പ്രൊഡക്റ്റ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ദെൻ പ്രൊഡക്റ്റ് വൈക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് 160 ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് കോസ്റ്റ് 20 ആണ്. അപ്പോൾ അതിൻ്റെ ഇത് വരിക, കീ ഫാക്ടർ ആയിട്ട് വരിക 8 ആണ് വരിക. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റ് എക്സിൻ്റെ പ്രോഡക്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ 2 നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് ഈക്വൽ ടു 45. ദെൻ പ്രൊഡക്റ്റ് വൈൻ്റെ കോൺട്രിബ്യൂഷൻ 200 ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ 8 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ എക്സിന് 45ഉം കിട്ടി, വൈക്ക് 25ഉം കിട്ടി. അപ്പോൾ ഏതാണ് പ്രോഫിറ്റബിൾ? പ്രൊഡക്റ്റ് എക്സ് ആണ് പ്രോഫിറ്റബിൾ. അപ്പോൾ നമ്മൾ കമൻറ്റ് എഴുതി പ്രൊഡക്റ്റ് എക്സ് ഈസ് പ്രോഫിറ്റബിൾ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. റോ മെറ്റീരിയൽ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ പ്രൊഡക്റ്റ് എക്സ് ആയിരിക്കും കമ്പനിക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വന്നാൽ നമ്മൾ എടുക്കേണ്ട കീ ഫാക്ടർ എന്ന് പറയുന്നത് ലേബർ ഹവേഴ്സ് തന്നെയാണ്. ലേബർ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വന്നാലും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വന്നാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ലേബർ ഹവേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കീ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, നമ്മൾ ഡീറ്റെയിൽസ് വെച്ച് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ ലേബർ ഹവേഴ്സ് വന്നിരിക്കുന്നത്, ലേബറിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 50 ആണ്. അതിൻ്റെ പെർ അവർ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ പ്രൊഡക്റ്റ് വൈ എന്താണ്? എത്രയാണ് ടോട്ടൽ കോസ്റ്റ്? ലേബർ കോസ്റ്റ് വന്നിരിക്കുന്നത് 100 ആണ്. അതിൻ്റെ മെറ്റീരിയൽ പെർ അവർ പെർ കോസ്റ്റ് 10. 100 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 10 നമുക്ക് ആൻസർ കിട്ടി. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് 90 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇപ്പോഴത്തെ കീ ഫാക്ടർ 5 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 18. ആൻഡ് പ്രൊഡക്റ്റ് വൈയുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത് 200 ഡിവൈഡഡ് ബൈ അതിൻ്റെ കീ ഫാക്ടർ കണ്ടുപിടിച്ചത് 10 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 20. അപ്പോൾ പ്രൊഡക്റ്റ് എക്സിന് 18ഉം കിട്ടി, പ്രൊഡക്റ്റ് വൈക്ക് 20ഉം കിട്ടി. അപ്പോൾ അതിലേതാ പ്രോഫിറ്റബിൾ? പ്രൊഡക്റ്റ് വൈ ആണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വൈ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെയിൽസ് പൊട്ടൻഷ്യലാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കത് കണ്ടുപിടിക്കണം. അപ്പോൾ സെയിൽസ് പൊട്ടൻഷ്യലാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ അതിൽ കീ ഫാക്ടർ ആയിട്ട് വരിക സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എക്സിൻ്റെ 200ഉം പ്രൊഡക്റ്റ് വൈയുടെ 500ഉമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്
യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ അതിൻ്റെ കീ ഫാക്ടർ 200 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.45 ആണ്. ദെൻ പ്രൊഡക്റ്റ് വൈയുടെ ലിമിറ്റിംഗ് ഫാക്ടർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 500ഉം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 200ഉം അതിൻ്റെ കീ ഫാക്ടർ ആയിട്ട് വരുന്നത് 500ഉമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരിക 0.4 അപ്പോൾ പ്രൊഡക്റ്റ് എക്സിന് 0.45 കിട്ടി, പ്രൊഡക്റ്റ് വൈക്ക് 0.4 അതായത് 0.40 കിട്ടി. ചെറിയൊരു വ്യത്യാസമുള്ളൂ, എന്നാലും ഏതിനാണ് കൂടുതൽ? പ്രൊഡക്റ്റ് എക്സിനാണ് കൂടുതൽ. അപ്പോൾ സെയിൽസ് പൊട്ടൻഷ്യനാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഏതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ? പ്രൊഡക്റ്റ് എക്സ് ആയിരിക്കും നമ്മുടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ കമൻറ്റ് എഴുതി പ്രൊഡക്റ്റ് എക്സ് ഈസ് പ്രോഫിറ്റബിൾ. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അതിൽ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് എന്താ വന്നിരിക്കുന്നത്? നമുക്ക് 1000 യൂണിറ്റ് ആണ് ആകെ അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റോ മെറ്റീരിയൽ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരുന്നപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിരുന്നു പ്രോഫിറ്റബിൾ നോക്കണം. കാരണം നേരത്തെ ഏതായിരുന്നു? സ്റ്റാൻഡേർഡ് ടൈം ആയിരുന്നു തന്നിരുന്നത്. നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ടൈം തന്നപ്പോൾ നമ്മൾ ഏതാ നോക്കിയ ടൈം. അതിൽ പിന്നെ ആകെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സെലക്ഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് 3 ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. എന്നിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ആകെ ഉള്ള അവൈലബിൾ റോ മെറ്റീരിയൽ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ ലിമിറ്റിംഗ് ഫാക്ടർ ആവുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിരുന്നു പ്രോഫിറ്റബിൾ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഏതായിരുന്നു പ്രൊഡക്റ്റ് എക്സ് ആയിരുന്നു കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം അതുണ്ടാക്കാവുന്ന അത്രയ്ക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഉണ്ടാക്കി ബാക്കിയുള്ള മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൻ്റെ പ്രത്യേകത നേരത്തെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ആകെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നല്ലോ. ഈ ക്വസ്റ്റ്യനിൽ 3 ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. 3ലും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആണ് പ്രോഫിറ്റബിലിറ്റിക്ക് വന്നേക്കുന്നത്. റോ മെറ്റീരിയൽ ആയിരുന്നപ്പോൾ പ്രൊഡക്റ്റ് എക്സ് ആയിരുന്നു, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിരുന്നപ്പോൾ പ്രൊഡക്റ്റ് വൈ ആയിരുന്നു, ദെൻ സെയിൽസ് ക്വാണ്ടിറ്റി ആയിരുന്നപ്പോൾ പ്രൊഡക്റ്റ് വൈ ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഏതാണോ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 1000 യൂണിറ്റ് എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ റോ മെറ്റീരിയലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽ ലിമിറ്റിംഗ് ഫാക്ടർ ആവുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. ഏതായിരുന്നു? പ്രൊഡക്റ്റ് എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ് ഉണ്ടാക്കാൻ പറ്റുമോ അത് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ളതാണ് എന്തിനു ഉപയോഗിക്കേണ്ടോ? വൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് ടു പ്രൊഡ്യൂസ് ദ മാക്സിമം നമ്പർ ഓഫ് എക്സ്. നമ്മൾ എക്സ് ആണ് മാക്സിമം ഉണ്ടാക്കുന്നത്, കാരണം അതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി ടോട്ടൽ ക്വാണ്ടിറ്റി അവൈലബിൾ 100,000 യൂണിറ്റ്സ്. It is first utilized to produce the maximum number of product X. Unit required to produce X എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത്? മാക്സിമം 300. എക്സും വൈയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത് 300 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് 300 യൂണിറ്റ് ഉണ്ടാക്കുക, ബാക്കിയുള്ള യൂണിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ യൂണിറ്റ്സ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് 300 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 300 ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന്, എത്ര മെറ്റീരിയൽ വേണമെന്ന്. 2 നമ്മൾ കീ ഫാക്ടറായിട്ട് എത്ര കണ്ടുപിടിച്ചിട്ട് 2 കണ്ടുപിടിച്ചിട്ടില്ലേ? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കിലോ എന്ത് വേണം? മെറ്റീരിയൽ വേണമെന്ന് നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ 300 ഇൻറ്റു 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 600. അപ്പോൾ ആകെ അവൈലബിൾ ആയിട്ടുള്ള 1000-ലെ 600 യൂണിറ്റ് നമുക്ക് എന്തിനാ ആവശ്യമുണ്ട്? പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ബാക്കി എത്രയുള്ളത്? 400 യൂണിറ്റ് ആണുള്ളത്. ആ 400 യൂണിറ്റ് നമ്മൾ എന്തിനു ഉപയോഗിക്കാം? വൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം യൂണിറ്റ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് 300 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 300 ഇൻറ്റു 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 600 നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ദ ബാലൻസ് യൂണിറ്റ് അവൈലബിൾ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഉള്ളത് 1000 ആണ്. അതിൽ 600 നമ്മൾ എക്സിന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി എത്രയുണ്ട്? 400 ഉണ്ട്. ആ 400 യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? പ്രൊഡക്റ്റ് വൈ ഉണ്ടാക്കാം. അപ്പോൾ എത്ര കിട്ടും? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് വൈ ഇസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര കിലോ വേണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതായത് ഈ റോ മെറ്റീരിയൽ ഷോർട്ട് സപ്ലൈ ആയിരുന്നപ്പോഴത്തെ കീ ഫാക്ടർ എത്രയായിരുന്നു? 8. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു 50 യൂണിറ്റ്സ്. അതായത് നമ്മൾ 300 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എക്സും ഉണ്ടാക്കും, 50 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് വൈയും ഉണ്ടാക്കും, 1000 യൂണിറ്റ് വെച്ചിട്ട്. ഓക്കെ, 1000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് 300 യൂണിറ്റ് ഓഫ് എക്സ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ടാക്കും. വൈയുടെ
50 യൂണിറ്റ്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ടാകും. അതാണ് നമ്മൾ ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നമുക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 1000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ്. ആ 1000 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ കൊണ്ട് എത്ര യൂണിറ്റ് ഓഫ് എക്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കണം, എത്ര യൂണിറ്റ് ഓഫ് വൈയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ എക്സിനായതുകൊണ്ട് മാക്സിമം എക്സ് ഉണ്ടാക്കുക, ബാക്കിയുള്ളത് വൈക്ക് കൊടുക്കുക. അപ്പോൾ ഒരു മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന എക്സ് യൂണിറ്റ് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 300 ഇൻറ്റു ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എക്സ് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് കീ ഫാക്ടർ ആയിട്ട്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് റിക്വയർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 300 ഇൻറ്റു 2 600 ഉണ്ട്. അപ്പോൾ അതായത് 300 യൂണിറ്റ് ഓഫ് എക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 600 റോ മെറ്റീരിയൽ വേണം. ബാക്കി എത്ര റോ മെറ്റീരിയൽ ഉണ്ട്? 400 റോ മെറ്റീരിയൽ ആണ് ഉള്ളത്. ആ 400 റോ മെറ്റീരിയൽ നമ്മൾ എന്തിനു ഉപയോഗിക്കാം? വൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരു വൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൊത്തം അവൈലബിൾ ആയിട്ടുള്ളത് 400. ഒരെണ്ണം ഉണ്ടാക്കാൻ 8. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 8 എത്രയായി? 50 യൂണിറ്റ് ആയി. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ മിക്സ് എന്ന് പറയുന്നത് വൈ എത്ര ഉണ്ടാക്കുക, അല്ല എക്സ് എത്ര ഉണ്ടാക്കുക? 300 ഉണ്ടാക്കുക, വൈ നമുക്ക് 50 ഉണ്ടാക്കുക. അതാണ് നമ്മുടെ ബെസ്റ്റ് മിക്സ് ആയിട്ട് വരിക. ഓക്കെ, താങ്ക് യു.